കഥ. ഇവിടേക്കാണ് നമ്മൾ 90 ദിവസത്തെ റെസ്റ്റ് കഴിഞ്ഞിട്ട് ഇവിടേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത് കേട്ടോ. കുട്ടീനെയും തന്തനെയും കൂട്ടിയിട്ട് ഞാൻ നേരെ ഇങ്ങോട്ടാണ് പോകുന്നത്. 90 ദിവസം കഴിഞ്ഞ് പിറ്റത്തെ ദിവസം തന്നെ ഞങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം മഴയൊക്കെ ഉണ്ടായിരുന്നു. മഴയൊക്കെ ഒന്നും നോക്കാത്തണ്ട് പോകുന്നതാണ്. കാരണം ഈ 90 ദിവസം വീട്ടിലിരുന്ന് ആകെ ഭ്രാന്ത് പിടിച്ചിരിക്കായിരുന്നു. അപ്പോൾ വെറുതെ ഒന്ന് എടുത്ത് കൊണ്ടുവന്നതാണ്. ചെക്കനാണെങ്കിൽ ഇന്നത്തെ പോരല്ലോ ഉറക്കവും ശരിയായിട്ടില്ല, ഒന്നും ശരിയായിട്ടില്ല. ആ മന്ദപ്പാണ് മുഖത്ത് കാണുന്നത്. അതുകൊണ്ട് നമ്മൾ കുറച്ച് താറാവിനെയും മുയലുകളെയൊക്കെ ഒന്ന് കാണിച്ച് ചെക്കനെ ഒന്ന് ഉണർത്താൻ നോക്കുകയാണ്. പക്ഷേ എവിടെ അവനുണ്ടോ ഉണരണം. നമ്മളവന് പുഴയും കാടും മേടും ഒക്കെ കാണിച്ചു കൊടുത്തു. ചെക്കൻ എനിക്ക് ഉറങ്ങിയാൽ മതി എന്നുള്ളൊരു മട്ടിലാണ് നിൽക്കുന്നത്. നമ്മളങ്ങനെ നടന്നത് ഈ ഒരു മുളക്കാടിൻ്റെ ഉള്ളിലെത്തിയിട്ടോ. നല്ല രസമുണ്ട് ഈ മുള വെക്കുന്നത്. എനിക്കിവിടെ ഏറ്റവും ഒരു സ്പെഷ്യലായിട്ട് ഇഷ്ടപ്പെട്ടത് ഈ ഒരു സംഭവം കേട്ടോ. ഒരു മഴ പെയ്താൽ നമുക്ക് സേഫായിട്ട് കയറിക്കാൻ പറ്റിയ ഒരു ഏരിയയാണ്. നല്ല രസമുണ്ട് മുളയൊക്കെ നിൽക്കുന്നത് കാണാൻ. അങ്ങനെ വിശന്നപ്പം നമ്മൾ നേരത്തെ അവിടെ ഒരു ഫുഡ് കോർട്ട് ഉണ്ട്. ആ ഫുഡ് കോർട്ട് ലക്ഷ്യമാക്കിയിട്ട് നടക്കുക കേട്ടോ. അവിടെ ചെന്നിട്ട് ഒരു ചെറു കട്ടനും ഒരു പഴംപൊരി വേറെ രസം അത് കഴിച്ചിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഈ ഒരു തൂക്കുപാലം ഞാൻ വന്നപ്പോഴേ നോട്ടമിട്ടൊരു തൂക്കുപാലമായിരുന്നു. അപ്പോൾ ആ തൂക്കുപാലത്തിൽ കയറി ഞാൻ വാവയെ പിടിച്ച് വലിച്ച് കൊണ്ടുവന്നു. എന്നിട്ട് ഞാനും കുട്ടിയും ഒക്കെ ആ തൂക്കപ്പാലത്തിൽ കയറി നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അങ്ങനെ തിരിച്ചു പോകുന്നു. ഇത് വെള്ളമുണ്ട് ഇവ അത് വെള്ളമാണോ അടിയിൽ? ഈ വെള്ളം കൊണ്ടുപോയി വരാം. ഇത് കണ്ടപ്പോൾ എനിക്കൊരു നൊസ്റ്റാൾജിയ ഫീൽ അടിച്ചു കേട്ടോ. അതുകൊണ്ട് അയിമക്കൂടെ പിടിച്ച് വലിച്ച് കയറിയത്. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ച SS 5 6 പഠിച്ച SS ബുക്കിൽ ഈ സംഭവം കണ്ടിട്ടുണ്ട് കേട്ടോ. അന്നൊക്കെ ആ ഫോട്ടോ ഇങ്ങനെ കാണുമ്പോൾ എന്ത് സംഭവം എന്ന് കറക്റ്റ് അറിയില്ലായിരുന്നു. ഇപ്പോൾ അവിടെ ഒരു ബൾബൊക്കെ തൂക്കിയിട്ടിങ്ങനെ ഞാൻ വിചാരിച്ചത് കറക്കിയാണ് കത്തുന്നത്, എവിടെ കത്തുന്നത്. അവസാനം ഞാൻ ഇറങ്ങിപ്പോന്നു. ഇനി നമ്മൾ നേരെ കതിരിൻ്റെ പുറത്തേക്ക് ലക്ഷ്യമായിട്ട് നടക്കുകയാണ് ഗൈസ്. അതിൻ്റെ അടുത്ത് വാവനോട് ചോദിച്ചു, നീ കതിരെന്നൊരു ഫോട്ടോ എടുത്തോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ അതൊക്കെ എപ്പോഴേ എടുത്തു. ഞാൻ കയറി വന്നപ്പോൾ ഫോൺ ഓണാക്കിയത്. അങ്ങനെ നമ്മൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോന്നപ്പോൾ വൈക്കത് ഒരു ചായക്കടയിൽ കയറി. ചെക്കനാണെങ്കിൽ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഒരുപാട് കരഞ്ഞു. അപ്പം പിന്നെ അവൻ്റെ അടുത്ത് ഇങ്ങനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ ഈ ഒരു വേർഡ് ശ്രദ്ധിച്ച് എവരി ചായ ഹാസ് എ സ്റ്റോറി. അടിപൊളി. ഞങ്ങൾ അവിടെ ഇരുന്ന് ചായ കുടിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ചെക്കനൊത്ത് കുറച്ച് ഇങ്ങനെ കോപ്രായങ്ങൾ ഇങ്ങനെ കാട്ടിക്കൊട്ടി. ഞാൻ നാവ് പുറത്ത് കിട്ടുന്നതിനനുസരിച്ച് അവൻ എൻ്റെ കൂടെ നാവ് പുറത്ത് കളിക്കുന്നുണ്ടായിരുന്നു ഗൈസ്. രസമായിരുന്നു കേട്ടോ. അവന് ആക്റ്റീവായി കഴിഞ്ഞാൽ അടിപൊളിയാണ്. അല്ലെങ്കിൽ ഉറക്കം തൂങ്ങി ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഓനിങ്ങനെ കരയാതെക്കാൻ വേണ്ടി ഓരോന്ന് കാട്ടിക്കൂട്ടിയായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഓർഡർ ചെയ്ത ബർഗർ വന്നത്. ബർഗർ വന്നപ്പോൾ മുതലേ എന്നെയും വാവനെയും മാറി മാറി നോക്കിയായിരുന്നു കേട്ടോ അവർ. അപ്പോൾ പാവം എന്നിട്ട് ബർഗർ കൊടുക്കുന്ന പോലെ കാണിച്ച് എൻ്റെ കൊച്ചിനെ പറ്റിക്കുകയാണ് കേസ്. പാവം എൻ്റെ കൊച്ച് ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തു പോയി. ഇപ്പോൾ കിട്ടുന്നു സാരമല്ല, കുറച്ചുകൂടി വലുതായിട്ട് നമുക്ക് വാങ്ങിക്കൊടുക്കാമല്ലോ. നമ്മൾ കഴിക്കുന്നത് നോക്കി ഇങ്ങനെ നിൽക്കുന്നുണ്ടപ്പോൾ ഒരു പാവം തോന്നിയിട്ട് വാവ ഗച്ചിപ്പിൽ തൊട്ട് നാവമാക്കിയതിൻ്റെ എക്സ്പ്രഷനാണ് കേട്ടോ ഇപ്പം ഇവൻ കണ്ടത്. നമ്മൾ അവൻ്റെ എക്സ്പ്രഷൻ മാറിയിട്ടുണ്ട്. കുട്ടി പാമ്പേഴ്സിൽ അപ്പിയിട്ട് ഗൈസ്. അവയുടെ എക്സ്പ്രഷൻ മാറി. പാവം സാരമില്ല. ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് പാമ്പേഴ്സ് മാറ്റാന്നുള്ളതൊക്കെ ചർച്ചയൊക്കെ ചെയ്തതേ നമ്മളിനി ഇവിടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ നിന്ന് നേരെ ഇനി വീട്ടിലേക്ക്. അപ്പോൾ ഒക്കെ നമ്മൾ ഈ വീഡിയോ വിട്ട് നിർത്തുകയാണ്. ഏതായാലും വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാനൊരു വ്ളോഗായിട്ട് വന്നിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ബൈ.